ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ ദാമോദര മാസം കഴിഞ്ഞു. വളരെ മനോഹരമായി ഒരുപാട് ഭക്തർ കാർത്തിക മാസം വ്രതമെടുക്കുകയും സേവനങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് വരാൻ പോകുന്നത് ഗീതാജയന്തി മാസമാണ്. ഭഗവാൻ വന്ന് ഭഗവത്ഗീത ഉപദേശിച്ച ഒരു സുവർണ അവസരമാണ്. ഇതുപോലെ ഒരു ഗ്രന്ഥം ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാകാൻ പോകുന്നതുമില്ല. അതിൽ പരാമർശിക്കാത്ത വിഷയം തന്നെയില്ല. ആരോഗ്യത്തിനെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ മനസ്സിനെക്കുറിച്ച്, മനസ്സിനകത്ത് ഒളിച്ചിരിക്കുന്ന നമുക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വികാര വിചാരങ്ങളെക്കുറിച്ച്, നമ്മളെ ദിവസവും നമ്മുടെ മനസ്സ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ചില ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ച്, ഇങ്ങനെ ഒരു ഗ്രന്ഥം ഏത് ഭാഷയിലോ ഏത് രാജ്യത്തിലോ മറ്റ് മതങ്ങളിലോ മറ്റ് വിശ്വാസങ്ങളിലോ എവിടെയും ഉണ്ടായിട്ടില്ല. ലോകത്തിൽ തത്വചിന്തകന്മാർ എന്നറിയപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരേ സ്വരത്തിൽ ഈ ഒരു സത്യം സമ്മതിക്കുന്നുണ്ട്. അത് പാശ്ചാത്യ സിദ്ധാന്തം രചിക്കുന്ന ആൾക്കാർ തന്നെ ആയിക്കോട്ടെ. എത്ര ആൾക്കാരുടെ മനസ്സാണ് ഈ ഭഗവത്ഗീത മാറ്റിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. ഇപ്പം ഗീതാജയന്തി മാസം വരുന്നുണ്ട്. ഈ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മൾ പൂജിക്കുക? അതിനെ തുറന്ന് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഈ ഗീതയെ നമ്മൾ ആദരിക്കുന്നതാകുന്നത്. ഒരു മഹാ അത്ഭുതം എന്ന് വെച്ചാൽ ഭാരതീയരെക്കാളും വിദേശത്ത് ഒരുപാട് ആൾക്കാർ ഈ ഭഗവത്ഗീതയിൽ ബിരുദ് നേടിയിട്ടുണ്ട്. അവർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഗുരുദേവൻ എപ്പോഴും തമാശയ്ക്ക് പറയും, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നവർ എപ്പോഴും ട്രെയിൻ മിസ് ചെയ്യും എന്ന് പറയും. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? അത് സൗണ്ട് എനിക്ക് കേൾക്കാമല്ലോ, അപ്പോൾ പോവാം, അനൗൺസ്മെൻറ്റ് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരായിരിക്കും എപ്പോഴും ട്രെയിൻ മിസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മൾ. ഭഗവത്ഗീത അത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വീട്ടിൽ മുത്തശ്ശൻ ഉപയോഗിച്ച തൊട്ടൊരു 10-13 ഭഗവത്ഗീത വീട്ടിലുണ്ട്.
തുറന്നിട്ടുണ്ടോ? തുറന്നിട്ടില്ല. അത് പിന്നെ രാമൻ്റെയും സീതയുടെയും കഥയൊക്കെ അല്ലേ, അതെനിക്ക് അറിയാം എന്നൊക്കെ അങ്ങ് പറയും. അത് വളരെ മനഃശാസ്ത്രം ഭഗവത്ഗീതയെ പോലെ വേറെ ഒരു പുസ്തകം ഇത് ചെയ്തിട്ടില്ല. ഞാനൊരു അതിശയകരമായ ഒരു കാര്യം പറയാം. ഈ പാലസ്തീൻ എന്താ പറയുക, ലിബറൽ ഓർഗനൈസേഷൻ അങ്ങനെ എങ്ങാണ്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു, PLO. അതിൻ്റെ നേതാവായിരുന്നു ഒരാൾ, യാസർ അറാഫത്ത്. അദ്ദേഹം മരിച്ചൊക്കെ പോയി. അദ്ദേഹത്തുകൂടെ സഹപ്രവർത്തകനായിരുന്ന ഒരു ഇസ്ലാമി എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം കാരണമൊക്കെ ഇത് നടന്ന ഒരു സംഭവമാണ്. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കാരണം അദ്ദേഹം ആ സംഘടന ഉപേക്ഷിച്ചു, ജർമ്മനി പോയി. പിന്നെ ജീവിതം ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സമയം. അവിടെ ഒരു എന്താ പറയുക, ഒരു ബാറിൽ കയറി മൂക്കറ്റം കുടിച്ച് ഈ ബോധവും ഇല്ലാതിരിക്കുക. അങ്ങനെ ആ ബാറിൽ കയ്യിൽ കിട്ടിയ ഒരു സാധനം, ഒരു പേപ്പർ, ഒരു പുസ്തകം, ഒരു മാസിക എടുത്ത് കയ്യിലങ്ങ് ചുരുട്ടി പിടിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ഉണർന്നെണീറ്റപ്പോൾ കയ്യിൽ അപ്പോഴും ആ മാസിക ഇരിക്കുന്നു. ആ വ്യക്തിക്ക് തന്നെ ബോധമില്ല ഈ മാസിക എൻ്റെ കയ്യിൽ എപ്പോഴാണ് വന്നതെന്ന്. എടുത്തങ്ങോട്ട് വായിച്ചു. ആ മാസിക ഭഗവത് സന്നിധിയിലേക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാസികയായിരുന്നു. ഇംഗ്ലീഷ് ഭഗവത് സന്നിധിയിൽ, ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാസിക. അതിലെന്തോ ചില പേജ് ഭഗവത്ഗീതയെക്കുറിച്ച് വായിച്ചിട്ട് ആൾക്കതിലൊരു താല്പര്യം തോന്നി. അതിലുള്ള അഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഹരേ കൃഷ്ണ അമ്പലത്തിലേക്ക് വിട്ടു, ജർമ്മനിയിൽ. അവരും വന്നു കുറേ നേരമൊക്കെ സംസാരിച്ചു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് പുള്ളി ഇങ്ങനത്തെ ഒരു സംഘടനയുടെ ആളാണെന്ന്. അതോടെ ചിരിക്കുന്നവരൊക്കെ ചിരിക്കാണ്ടായി, സംസാരിക്കുന്നവർ സംസാരിക്കാതായി, പതുക്കെ പുറത്താക്കി. പക്ഷേ ഈ കക്ഷി 3 ദിവസം നിരന്തരം അവിടെ ചെല്ലുമായിരുന്നു. അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചു. കാരണം അറിയില്ലല്ലോ ഇതിൻ്റെ പുറകെ എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്നറിയില്ല. എങ്ങനെയൊക്കെയോ ഒഴിവാക്കാൻ ശ്രമിച്ചു. 4ൻ്റെ അന്ന് ഇദ്ദേഹം അമ്പലത്തിൽ കയറി, കുളിമുറിക്കകത്ത് കയറി വാതിൽ അടച്ചങ്ങിരുന്നു. എന്നെ നിങ്ങൾ അമ്പലത്തിൽ കയറ്റുമെങ്കിലേ ഞാനിതിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെങ്ങനെയൊക്കെയോ കയറ്റി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആൾ ഭഗവത്ഗീത മുഴുവനും പഠിച്ച് വിദഗ്ധനായി. ഹരിനാമ ദീക്ഷ ഗുരുവിൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലിരുന്ന് ദീക്ഷയും സ്വീകരിച്ചു. ജർമ്മൻ രാജ്യത്ത് വലിയ ഒരു പ്രചാരകനായി മാറി. അദ്ദേഹം ആദ്യം ഒരു അറബിയായിരുന്ന ആളാണ്. ഈ പുസ്തകം വായിക്കലല്ല, നമ്മളെ പത്രം വായിക്കുന്നത് പോലെയോ അല്ലയോ തെരുവിൽ നടക്കുമ്പോൾ കയ്യിൽ ആരെങ്കിലും ലഘുലേഖ കൊടുത്താൽ അത് വായിക്കുന്ന പോലെയോ അല്ല ഗീത വായിക്കേണ്ടത്. പഠിച്ച് മനസ്സിലാക്കി സ്വാധ്യായം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അത് പകർത്താമെന്ന് സ്വാധ്യായം ചെയ്യണം ഭഗവത്ഗീത. അത്ര വിശേഷപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ശ്ലോകം, ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മാനാം റിപുർ ആത്മനഃ. അർജുന, നിൻ്റെ മനസ്സ് തന്നെയാ നിൻ്റെ ശത്രുവും, നിൻ്റെ മനസ്സ് തന്നെയാ നിൻ്റെ മിത്രവും. ആ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇന്ന് വരെ ലോകത്തിൽ വേറെ ഒരു ഗ്രന്ഥത്തിലും വിശദീകരിച്ചിട്ടില്ല. മനഃശാസ്ത്രം അത്ര മനോഹരമായിട്ടാണ് ഗീതയിൽ വിവരിച്ചിരിക്കുന്നത്.
റഷ്യയിൽ ഇപ്പോഴും 2 കേസ് ഭഗവത്ഗീതയ്ക്കെതിരെ നടക്കുന്നുണ്ട്. റഷ്യയിൽ നിങ്ങളെല്ലാവരും കേട്ട് കാണും. റഷ്യൻ രാജ്യത്തിൽ ഭഗവത്ഗീത നിരോധിച്ചിരിക്കുകയാണ്, പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഒരു വശത്ത് കൂടെ കേസ് നടക്കുന്നു. ആൾക്കാർ ഭഗവത്ഗീത വായിച്ചുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കേസ്? അത് കുറച്ച് ചിന്തകരപരമായ ഒരു കേസാണ്. അർജുനൻ ഇനി യുദ്ധം വേണ്ട, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, രാജ്യം വേണമെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് സമാധാനപ്രിയനായി നിന്ന അർജുനനെ ഭഗവാൻ പറഞ്ഞ് പ്രകോപിച്ച് യുദ്ധത്തിലേക്ക് അയച്ചു. ആലോചിച്ച് നോക്കണേ അവരെ കേസിട്ടിരിക്കുന്ന കഥ. ഈ പുസ്തകം വയലൻസ് ഉണ്ടാക്കുന്ന പുസ്തകമാണ്. ശാന്തമായിരുന്ന ആളെ ഒരു ചീത്തയാക്കി. അർജുനൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ശാന്തമായിരുന്ന അർജുനനെ ചീത്തയാക്കി. ഇതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, ഈ ഭഗവത്ഗീത പറഞ്ഞ കൃഷ്ണൻ 16,100 പേരെ വിവാഹം കഴിച്ചു. ഇത് രണ്ടാണ് അവിടുത്തെ കേസ്. ആത്മീക ചിന്തയില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഉപരിപ്ലവമായി നോക്കുന്ന ഒരാൾക്കത് ശരിയെന്ന് തോന്നും. അർജുനൻ സമാധാനത്തിൽ പോയ ആളല്ലേ, യുദ്ധമേ വേണ്ടെന്ന് പറഞ്ഞ് പോയ ആളല്ലേ. കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? അർജുനനെ പിടിച്ച് നിർബന്ധിച്ച് യുദ്ധത്തിൽ പറഞ്ഞു വിട്ടു. ഈ പുറമേ ഇരുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയെന്ന് തോന്നും. ഈ കേസ് കുറേ വർഷമായിട്ട് റഷ്യയിൽ നടക്കുക. അവസാനം റഷ്യൻ കോടതി എന്ത് ചെയ്തു? ഒരു മഹാബുദ്ധിമാനായ ഒരാളെ, ആരാണ് ആ കോടതിയിൽ ഗുമസ്തനാണ്, കുത്തും എഴുത്തൊക്കെ ചെയ്യുന്ന ഒരാളെ ജഡ്ജ് പറഞ്ഞു, ഇതൊരു വിചിത്രമായ കേസാണ്, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യുക. അയാൾ ഒരു റഷ്യനാണ്, റഷ്യൻ കോടതിയിലൊരു ഗുമസ്തനാണ്. നീ ഒരു കാര്യം ചെയ്യും, 2 ആഴ്ച നിനക്ക് ലീവ് തരാം. ജഡ്ജ് പറഞ്ഞു, ലീവ് തരാൻ 2 ആഴ്ച, ശമ്പളവും പിടിക്കത്തില്ല. നീ വീട്ടിൽ പോയി ഇരുന്ന് ഈ പുസ്തകം ഒന്ന് ഈ ചട്ട തൊട്ട് ആ ചട്ട വരെ ഒന്ന് തലകുത്തനെ വായിച്ചിട്ട് ഇതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഒരു റഷ്യൻ ഗുമസ്തനെ ഏൽപ്പിച്ചു. ആൾ 2 ആഴ്ച പുസ്തകം ഇരുന്ന് തലകുത്തനെ വായിച്ചു. ജഡ്ജ് ചോദിച്ചു എന്തായി? പുള്ളി പറഞ്ഞ് എനിക്ക് ഇനിയും ഒരു 2 ആഴ്ചയും കൂടെ ലീവ് വേണം, വായിച്ച് തീർന്നില്ല. ശരി, ആയിക്കോ, എടുത്തോ. വീണ്ടും 2 ആഴ്ച ലീവ്. അത് കഴിഞ്ഞപ്പോൾ ആൾ രാജിവെച്ച് ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു സന്യാസിയായി റഷ്യയിൽ മോസ്കോയിൽ ചുറ്റി നടക്കുക. ഒരു അന്യരാജ്യക്കാരൻ. ഇതാണ് നമ്മൾ ഭാരതീയർ ഇത് പഠിക്കുന്നതിനും അവർ പഠിക്കുന്നതിനും വ്യത്യാസം. പഠിച്ചാൽ, വായിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടാക്കണം. വിദേശീയർ വായിച്ചിട്ട് ഇത് ശരിയെന്ന് തോന്നുമ്പോൾ ഇനി അടുത്തതിന് എന്താ ചെയ്യാം? ഭഗവത്ഗീത ശരിയാണെന്ന് എനിക്കറിയാം, കൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് എനിക്കറിയാം, മനസ്സിലായി, ശരി, അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? അല്ലേ? ആ ഒരു ചോദ്യം ഭാരതീയർക്ക് പറ്റുന്ന ഒരു കുഴപ്പം വെച്ചാൽ എല്ലാം വായിക്കും, എല്ലാം നല്ലതാണ്, ദൈവമൊക്കെ ഉള്ളത് നല്ലതാണ്, കൃഷ്ണൻ ശരിയാണ്. ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ കാണും, അടുത്തതെന്താ? എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ പഴയ പോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ വിദേശീയർ വായിക്കുമ്പോൾ അത് അവരങ്ങോട്ട് ജീവിതത്തിൽ പകർത്തും, അതിൻ്റെ ഓരോ വരിയും പകർത്തും. ഇപ്പം ഭഗവത്ഗീത അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം. 5 വിഷയങ്ങളാണ് ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നത്. 1 ആത്മാവ്, 2 ഈശ്വരൻ, 3 കർമ്മം, 4 പ്രകൃതി, 5 കാലം. ഈ 5 വിഷയങ്ങളാണ് ഗീതയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. 1 ഞാൻ ആത്മാവ്,
രണ്ടാമത്തത് ഈശ്വരൻ, മൂന്നാമത്തത് കർമ്മം, നാലാമത്തത് പ്രകൃതി, അഞ്ചാമത്തത് കാലം. കർമ്മത്തിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും യാതൊരു അറിവുമില്ല. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഒരു ചങ്ങലയുടെ തുടക്കമാണ്. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളൊരു പ്രവർത്തനം ഉണ്ടല്ലോ, ഒന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ട് ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കിവിടെ ക്യാമറയിൽ രാജശ്രീ 75 അവരെ കാണാം. അപ്പം ഞാൻ കണ്ട ഉടനെ എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ എന്ന് ഇത്രയും ഞാൻ ചെയ്തു. രാജശ്രീ 75നെ കണ്ടിട്ട് ഹരേ കൃഷ്ണ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു ചങ്ങലയുടെ ഒരു കണ്ണി ഒരു തുടക്കമാണ്. നമ്മൾ പലരുമായി ചിരിക്കുന്നു, പലരെടുത്ത് സംസാരിക്കുന്നു, പല കർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചങ്ങലയ്ക്ക് നമ്മൾ ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ കണ്ട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ ഹലോ, സുഖമാണോ? സുഖമാണ്. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ? എന്ന് 4 അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിരിച്ച് സംസാരിച്ചു. അപ്പോൾ എന്തായി? ഒരാളുടെ മനസ്സിൽ സന്തോഷം പകർത്തി കൊടുത്തത് കൊണ്ട് ഞാൻ ഒരു പുണ്യം നേടി. ഈ പുണ്യം നാളെ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹമായി തിരിച്ചു വരും. എന്താണ്? ആ പുണ്യം കാരണം എനിക്ക് ലോട്ടറിയിൽ ഒരു 10 രൂപ അടിച്ചു. ഉടനെ ഞാൻ ആ 10 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ലഡ്ഡു വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടി ലഡ്ഡു കഴിച്ചിട്ട് ആ കുട്ടി പറഞ്ഞ് അച്ഛാ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇനിയൊരു പുണ്യം, അതിൻ്റെ ഒരിത് അടുത്തത്. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇടപഴകുന്നത് ഓരോന്നും ഓരോ ചങ്ങലയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. ഈ ചങ്ങലയ്ക്ക് അന്ത്യമേ ഇല്ല. ഇതൊക്കെ നല്ല കാര്യം. ആലോചിച്ച് നോക്കൂ. ഞാൻ രാവിലെ ഒരാളെ കണ്ട് വഴക്കുണ്ടാക്കി പോയി, അതും ഒരു ചങ്ങലയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മൾ വീണ്ടും പ്രതികരിക്കും. വീണ്ടും അത് വലിയ രൂപത്തിൽ പാപമായിട്ട് വരും. നമുക്ക് സഹിക്കുമോ? വീണ്ടും പ്രതികരിക്കും. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ 1000 ചങ്ങലയ്ക്കാ ജന്മം കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇതുകൊണ്ടാണ് ആത്മീയതയിൽ ചില ആൾക്കാർ മൗനമായിരിക്കുക. മനുഷ്യരും വേണ്ട, മൃഗവും വേണ്ട, പൂച്ചയും വേണ്ട, പട്ടിയും വേണ്ട, ഏതെങ്കിലും കാട്ടിൽ ചെന്ന് വിജനമായ സ്ഥലത്ത്, ആൾക്കാരെവിടെ ഇല്ലാത്ത സ്ഥലത്ത് കണ്ണും ചെവിയൊക്കെ പൂട്ടി അങ്ങ് മൗനമായിരിക്കുക. ഒരു ചങ്ങലയ്ക്കും ജന്മം കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ചിലർ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. ഈ സത്സംഗത്തിൽ ഇന്ന് 100-200 പേരുണ്ട്. ഇന്ന് എത്ര പേരാണ് വഴക്കുണ്ടാക്കിയത്? അല്ലെങ്കിൽ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞത്? വഴക്ക് പറഞ്ഞതോ, ദേഷ്യപ്പെട്ടതോ, സ്വരമൊന്ന് ഉയർത്തി പറഞ്ഞതോ, താഴ്ത്ത് ആരും ഒന്നും ചെയ്തില്ലേ? ഇന്ന് ഫുൾ ഡേ എല്ലാവരും ഉറക്കമായിരുന്നോ? അതാ രജനി അവർ കൈ ഉയർത്തി. ഇന്ന് അടിയായിരുന്നു വീട്ടിൽ. അത് ശരിയാ. ലീന കൈ ഉയർത്തി. ചിലർ ധാരാളം അടി ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയണേ. നമ്മൾ ഈ ഓരോ ദിവസവും അറിയാതെ എത്ര ചങ്ങലയ്ക്കാണ് നമ്മൾ ജന്മം കൊടുക്കുന്നത്. ഈ ചെയ്യുന്ന ഒരു കർമ്മവും ആ നിമിഷത്തോട് അവസാനിക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു വഴക്കുണ്ടാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായി? 10-15 ആ വഴക്ക് തീർന്നു, ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങി, വഴക്കില്ല. പക്ഷെ ഒരു ചങ്ങലയ്ക്ക് ആ ജന്മം കൊടുത്തിരിക്കുന്നു. അത് വീണ്ടും തിരിച്ച് വലിയ രൂപത്തിൽ വരും. ഒരു 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ് ഒരു വലിയ രൂപത്തിൽ അത് തിരിച്ചു വരും. ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന കാറ്റ് പോലും വെറുതെ ആകുന്നില്ലെന്ന സിദ്ധാന്തം പറയുന്നത്. എല്ലാവരും ചിത്രശലഭം കണ്ടിട്ടുണ്ട്, ബട്ടർഫ്ലൈ. അതതിൻ്റെ ചിറക് ഇങ്ങനെ വീശും. ആ ചിത്രശലഭം ചിറക് വീശുമ്പോൾ അതിലെത്ര കാറ്റാ വരാൻ പോണത്?
നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത്ര ചെറിയ തോതിലായിരിക്കും കാറ്റ് വരുന്നത് അതിൻ്റെ ചിറകിരുന്ന്. പക്ഷേ ആ കാറ്റ് പോലും വെറുതെ ആവുന്നില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സംസാരിക്കുന്ന ഓരോ വിഷയം, ഓരോ വാക്ക്, പ്രവർത്തിക്കുന്നത്, ഇത് എല്ലാം തിരിച്ചു വരും. നല്ലതാണെങ്കിൽ പുണ്യത്തിൻ്റെ രൂപത്തിൽ തിരിച്ചു വരും, ദോഷമാണെങ്കിൽ പാപത്തിൻ്റെ രൂപത്തിൽ. അതെങ്ങനെയാ? പലിശയോടെയാ വരുന്നത്. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ദീക്ഷ വാങ്ങിക്കുമ്പോൾ ഗുരു ഒരു നാമം തരും, നമ്മുടെ പേരിലൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കും. ഹരിനാമ ദീക്ഷ എന്ന് പറയും. അപ്പോൾ ആ നാമം ഭഗവാനോട് എന്തെങ്കിലും ഒരു രൂപത്തിൽ അതിനെ കണക്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പേരായിരിക്കും വരുന്നത്. അപ്പം ആ നാമത്തിന് കർമ്മഫലമില്ല. ബാക്കി നമ്മൾ സംസാരിക്കുന്ന എല്ലാത്തിലും കർമ്മമുണ്ട്. കർമ്മത്തിനെക്കുറിച്ച് ഇത്ര വിശദീകരിച്ച് ലോകത്തിൽ ഒരു ഗ്രന്ഥവും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കുന്നോളം ചങ്ങലകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പാപകർമ്മവും പുണ്യകർമ്മവും എത്രയാണെന്നറിയാമോ? ഓരോ ദിവസം 1000 ചങ്ങലയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എത്ര ജന്മം ജനിച്ചു, അങ്ങ് കുന്നുകൂടി കിടക്കുകയാണ്. ഓരോ ജന്മത്തിലും ഒരു 4 ചങ്ങലയെ 5 ചങ്ങലയെ നമ്മൾ അനുഭവിക്കുള്ളൂ. ഇനിയും കിടക്കുകയില്ല, എപ്പോൾ തീരാനാ? അപ്പം കർമ്മത്തിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. കൂടം, ബീജം, പിന്നെ എന്താ പറയുക, ഫലം. ഇങ്ങനെ 3 കൂട്ടം. ബീജം, വിത്ത്, പിന്നെ പുഷ്പിച്ചത്. വിത്ത്, പൂവിൻ്റെ മൊട്ട്, ബഡ്, പുഷ്പിച്ചത്. 3. ഇങ്ങനെ 3 തരത്തിലാണ് കർമ്മമുള്ളത്. ആവനാഴിയിലുള്ള അമ്പ്, വില്ലിലെടുത്ത് വെച്ച് ഉന്നം നോൽക്കുന്ന അമ്പ്, ഓൾറെഡി വില്ലിന്ന് പുറപ്പെട്ട് പോയ അമ്പ്. ഇപ്പോൾ 3 അമ്പുണ്ട്. എൻ്റെ തോളിൽ അമ്പുണ്ട്, വില്ലിലൊരു അമ്പുണ്ട്, വില്ല് വിട്ട് ചാടിപ്പോയ അമ്പുണ്ട്. ഈ 3 അമ്പിൽ ഏതൊക്കെ അമ്പിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഈ ചങ്ങല എങ്ങനെ മാറ്റാൻ കഴിയും? യെസ്, ഞാൻ പറയാം. ഇപ്പം 3 അമ്പുണ്ട്, മനസ്സിലായോ? എൻ്റെ തോളിൽ ബാഗിലൊരു അമ്പുണ്ട്, വില്ലിൽ ഇങ്ങനെ ഞാൻ പിടിച്ച് ഉന്നം നോക്കുന്ന ഒരു അമ്പുണ്ട്, വില്ല് വിട്ട് പുറത്തു പോയ ഒരു അമ്പുണ്ട്. ഈ 3 അമ്പുണ്ട്. ഈ 3 അമ്പുകളിൽ ഞാൻ ഏതിനെ നിയന്ത്രിക്കാൻ സാധിക്കും? തോളിലുള്ളത് എനിക്ക് നിയന്ത്രിക്കാം, വില്ലിലുള്ളതും നിയന്ത്രിക്കാം. എനിക്ക് വേണമെങ്കിൽ വിടാം, ഇല്ലെങ്കിൽ വിടാതിരിക്കാം. പക്ഷെ വിട്ടുപോയതിനെ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മം വില്ലിലിരുന്ന് വിട്ടുപോയ അമ്പാണ്. ഭാർഗവി, പുരുഷോത്തമൻ, രജനി, ദിവ്യ, പ്രേം, വിജില, ബിന്ദു മേനോൻ, ഇതെല്ലാം വില്ലിൽ നിന്ന് വിട്ടുപോയ അമ്പുകളാണ്. പൂത്ത കർമ്മം, ഓൾറെഡി പുഷ്പിച്ച കർമ്മം. ഇനി ഇതിനെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ക്യാമറയിൽ വി രജനി അവരെ കാണാം. ഇപ്പോൾ അവർക്ക് അവരുടെ അമ്മയെ ഇഷ്ടമല്ല. ഇപ്പോൾ അവർക്കൊരു 30 വയസ്സെന്ന് വെച്ചോളൂ. അമ്മയെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ അമ്മയെ മാറ്റാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല, അച്ഛനെ മാറ്റാൻ പറ്റുമോ? എൻ്റെ സഹോദരനെ മാറ്റാൻ പറ്റുമോ? എനിക്ക് ജനിച്ചു പോയ കുട്ടി എനിക്ക് ഇഷ്ടമല്ല, കുറച്ചും കൂടെ വെളുത്തിരുന്നാൽ കൊള്ളാം, അതിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ഈ കർമ്മമെല്ലാം ഓൾറെഡി പുഷ്പിച്ച കർമ്മമാണ്. പൂവായി കഴിഞ്ഞു, പൂവായി വിടർന്നു കഴിഞ്ഞു, വില്ലിലിരുന്ന് അമ്പ് പുറപ്പെട്ട് കഴിഞ്ഞു. ഇതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാം.
മാറ്റാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ല, അമ്മയെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ജപം കൊണ്ട് അമ്മയുടെ സ്വഭാവം കുറച്ചൊക്കെ അങ്ങോട്ട് നമുക്ക് മാറ്റാം. എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ട് തുടങ്ങാം. ഈ ഇപ്പോൾ പൂത്ത പുഷ്പിച്ച കർമ്മത്തിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഭഗവാനെ ശരണം പ്രാപിച്ച് നാമജപം ചെയ്യുന്നത് കൊണ്ട് വിത്തായിട്ടും മൊട്ടായിട്ടുമുള്ള കർമ്മമുണ്ടല്ലോ, ബാക്കി 2 സ്റ്റേജ്, തോളിൽ കിടക്കുന്ന അമ്പും വില്ലിൽ കിടക്കുന്ന അമ്പും, അതിനെ മുഴുവനും അങ്ങോട്ട് കത്തിക്കാൻ പറ്റും. ഇനി അത് പൂക്കേയില്ല, അതിനെ മുഴുവനും നമുക്ക് കത്തിക്കാം. ഇനി വരാൻ പോകുന്നതിനെ മുഴുവനും അങ്ങോട്ട് കത്തിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം വിടർന്നതിനെ കത്തിക്കാൻ പറ്റില്ല. ഇപ്പം വിടർന്ന കർമ്മത്തിനെ കത്തിച്ചാൽ എനിക്ക് ലോകമായിട്ടുള്ള ബന്ധം മുഴുവനങ്ങ് നഷ്ടപ്പെടും. എനിക്കെൻ്റെ ശരീരത്തിനോടുള്ള ബന്ധവും നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് വിടർന്ന കർമ്മത്തിനെ കത്തിക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി 2 ഇനി വരാം. നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചങ്ങലകളൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ, അത്ര ചങ്ങലയും നമുക്കത് കത്തിക്കാൻ പറ്റും നാമജപം കൊണ്ട് മാത്രം. കർമാണി നിർദഹതി കിന്തുച ഭക്തിഭാജാം. ഭക്തിയോട് ഭജിക്കുമ്പോൾ കർമ്മത്തിനെ ദഹിപ്പിക്കുക. കർമാണി നിർദഹതി, പൂർണ്ണമായി നമ്മുടെ കർമ്മത്തിനെ കത്തിക്കാൻ പറ്റും. അപ്പോൾ എന്താകും? പഴയതെല്ലാം അങ്ങ് കത്തിപ്പോകും. ഇപ്പോൾ പൂത്തത് മാത്രം നമ്മൾ കുറച്ചങ്ങ് അനുഭവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുമ്പോൾ ഇനി അനുഭവിക്കാൻ കർമ്മമില്ല. അപ്പോൾ എന്താകും? നേരെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പോകും. ഭഗവത്ഗീത 3 സെക്ഷനായിട്ടാണ് കർമ്മത്തിനെ തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? കർമ്മ, അകർമ്മ, വികർമ്മ. ഇങ്ങനെ 3ആയിട്ട് ചെയ്തിരിക്കുകയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ചെയ്യാം എന്ന് അനുവദിച്ചത്. അകർമ്മ എന്ന്, വികർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അകർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഒരു ചങ്ങല ഉണ്ടാകില്ല. എന്തെങ്കിലും മനസ്സിലായോ? 3 കർമ്മ, വികർമ്മ, അകർമ്മ. കർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്ന് ശാസ്ത്രം പറയുന്നത്. ഉദാഹരണം, പാവപ്പെട്ടവരെ സഹായിക്കാം, ജോലിക്ക് പോയിട്ട് വന്ന് ശമ്പളം കിട്ടിയാൽ മക്കളെയൊക്കെ ശുശ്രൂഷിക്കാം, അസുഖം വന്നാൽ ഒരാൾക്ക് സഹായിക്കാം. ഇതെല്ലാം നല്ല കാര്യങ്ങൾ. ഇതൊക്കെ കർമ്മം. ചെയ്താൽ എന്ത് സംഭവിക്കും? പുണ്യം കിട്ടും. പുണ്യം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം. മനസ്സിലായോ? ഉറക്കം വരുന്നോ? ഇല്ല. അടുത്തത് വികർമ്മ, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കർമ്മങ്ങൾ. ശാസ്ത്രം നിഷേധിച്ചത് എന്താണ്? ഗോഹത്യ, പശുവിനെ കൊല്ലാൻ പാടില്ല, മോഷണം പാടില്ല, ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാം ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്തു, എന്ത് സംഭവിക്കും? പാപം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം. ആദ്യം കർമ്മ നല്ലത്, പുണ്യം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം. വികർമ്മ, പാപം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം. 3ാമത്തത് അകർമ്മ. അകർമ്മ ചെയ്താൽ അവിടെ ഇരുന്നൊരു ചങ്ങല ഉണ്ടാവില്ല. എന്താണത്? പുണ്യവും ഉണ്ടാവില്ല, പാപവും ഉണ്ടാവില്ല. അതേതാണ്? ഭഗവാന്റെ സേവനം. ഭഗവത് സേവനം, നാമജപം. അതിൽ പാപവും ഇല്ല, പുണ്യവും ഇല്ല, ഭക്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 കർമ്മത്തിൽ നമ്മൾ കൂടുതൽ ഏതാ ചെയ്യേണ്ടത്? കർമ്മമാണോ, വികർമ്മമാണോ, അകർമ്മമാണോ? ഏതാണ് കൂടുതൽ ചെയ്യേണ്ടത്? കറക്റ്റ്. എല്ലാവർക്കും അറിയാം അകർമ്മം. അകർമ്മം എന്ന് വെച്ചാൽ ഭക്തി സേവനം.
എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ശരി, ഇനി പ്രാക്ടിക്കലി നോക്കാം. ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ കർമ്മമാണോ കൂടുതൽ ചെയ്യുന്നത്, വികർമ്മമാണോ കൂടുതൽ ചെയ്യുന്നത്, അകർമ്മമാണോ കൂടുതൽ ചെയ്യുന്നത്? ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ ഏതാണ് കൂടുതൽ ചെയ്യുന്നത്? അത് ശരി, എല്ലാവരും അകർമ്മമാണോ ചെയ്യുന്നത്, ഭക്തിയാണോ? അല്ല. രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് 1.5 മണിക്കൂർ ജപം, അത് അകർമ്മം. അത് കഴിഞ്ഞാൽ മക്കളെ ചീത്ത പറയുക, ഭർത്താവിനെ ചീത്ത പറയുക, അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അടുക്കളയിൽ നിന്ന് 2 പാത്രം ഉരുട്ടിയിടുക. എനിക്ക് 4 കൈയാണോ ഉള്ളത്, ഞാൻ മാത്രം എന്നും ഉണ്ടാക്കണമല്ലോ, നിങ്ങളാരെയും സഹായിച്ച എല്ലാം കഴിഞ്ഞ് 8-9 മണിക്ക് ഓഫീസിൽ പോയി അവിടെ ഒരേ അടി. അപ്പോൾ അത് മൊത്തം ഏതാണ്? ഫുൾ ഡേ നമ്മൾ ചെയ്യുന്നത് കർമ്മവും വികർമ്മവും, ഇത് രണ്ടുമാ ചെയ്യുന്നത്. എന്തുമാത്രം ചങ്ങലയ്ക്കാ ജന്മം കൊടുക്കുന്ന ഓരോ ദിവസവും അല്ലേ? അപ്പോൾ അകർമ്മം, ഭക്തിയുത സേവനം കൂടുതൽ ചെയ്യണം. ഇപ്പം നമ്മൾ കർമ്മത്തിനെക്കുറിച്ച് ഒരു ചെറിയ വിഷയമേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ലോകത്തിൽ വേറെ ഒരു ഗ്രന്ഥത്തിലും പരാമർശിച്ചിട്ടില്ല. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാമോ? കള്ളം പറയാൻ പാടില്ല, അന്യൻ്റെ ഭാര്യയെ തൊടാൻ പാടില്ല, മോഷണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കർമ്മത്തിനെക്കുറിച്ച്, വികർമ്മത്തിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത ലോകഗ്രന്ഥങ്ങളിൽ അത്രയും ഉയർന്ന ഒരു സ്ഥാനം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗീതാ ജയന്തി മാസം നല്ലോണം ഭഗവത്ഗീത വായിച്ച് പഠിക്കുകയും ഈ പുസ്തകത്തിന് എത്ര ആൾക്കാരുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുമോ എത്തിക്കുകയും വേണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. പ്രഭുപാദർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഒരു ഭഗവത്ഗീതയെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊരാഗ്രഹം പ്രഭുപാദർക്കുണ്ടായി. അതേപോലെ നമ്മൾ ഈ മാസം നമ്മുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, ഇനിയൊക്കെ ഏതെങ്കിലും എവിടെയെങ്കിലും കല്യാണത്തിന് പോയാലോ വീട് പാല് കാച്ചിന് വിളിച്ചാലോ എപ്പോഴും എന്ത് കൊണ്ടുപോയി കൊടുക്കുക? ഈ പാല് കുക്കർ, അടുപ്പ്, സ്റ്റവ്, ചട്ടിയൊക്കെ കൊണ്ടുപോകുന്നൊക്കെ നിർത്തിയിട്ട് അത് അവരെന്ത് ചെയ്യും? വാങ്ങി പൊതിഞ്ഞ് അടുത്ത ആൾക്ക് കൊടുക്കും. ചിലപ്പോൾ ഈ കുക്കർ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരും. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഗീത സമ്മാനമായി കൊടുക്കുക. അതിന് മാത്രം തുല്യമായി വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ മാസം ഗീത നല്ലോണം വായിച്ച് പഠിക്കണം. എത്രയും വീടുകളിൽ ഇത് എത്തിക്കും. ചിലപ്പോൾ അവർ വായിക്കും, വായിക്കാതെ ഇരിക്കും. ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞായിരിക്കും ആരെങ്കിലും വായിക്കുന്നത്. പക്ഷെ എന്ന് വായിച്ചാലും അതൊരു ആറ്റം ബോംബാണ്. വീട്ടിലങ്ങ് പൊട്ടിത്തെറിക്കും. ആൾക്കാരുടെ മനസ്സിൽ മാറ്റമുണ്ടാകും. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. അടുത്ത സത്സംഗത്തിൽ കാണാം.